ശരി, ആജ്ഞയിലേക്ക് എത്താം. എന്തായാലും ദുഃഖകരമായ ഒരു വാർത്ത. ഉമാ തോമസ് MLAക്ക് അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നു. ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയപ്പോഴാണ് 1-ാം നിലയിൽ നിന്ന് താഴേക്ക് പതിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കോൺക്രീറ്റ് ചെയ്ത ഇടത്തേക്കാണ് വീണത്. തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പരിക്കൽപ്പം ഗുരുതരമാണ് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ MLA അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. തലയ്ക്ക് ഗുരുതര പരിക്കുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. മൃദംഗനാദം പരിപാടിയിൽ പങ്കെടുക്കാനായാണ് ഉമാ തോമസ് അല്പം മുൻപ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. അവിടെ ആ വേദിയിലേക്ക് എത്തുന്നതിനിടയിലാണ് കാൽ വഴുതി മുകളിൽ നിന്ന് താഴേക്ക് വീണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. തലയിടിച്ച് വീണു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. പരിക്കും ഏതാണ്ട് ആ ഭാഗത്തായിട്ടാണ്. അത് ഗുരുതരമായ പരിക്കാണ് എന്നും മനസ്സിലാക്കുന്നു. MLA ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവിടെ കൂടി നിന്നവർക്ക് പോലും ആദ്യം മനസ്സിലായില്ല. അതിനുശേഷമാണ് MLA ആണ് വീണതെന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം എല്ലാവരും കൂടി വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് എന്നത് സംബന്ധിച്ചുമൊക്കെ അറിയേണ്ടതുണ്ട്. അല്പം മുൻപാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഉമാ തോമസ് എത്തിയത്. 1-ാം നിലയിൽ നിന്ന് താഴേക്ക് വീണാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ആശുപത്രിയിലേക്ക് MLAയെ മാറ്റിയിട്ടുണ്ട്. അത് സംഭവിച്ചതിന് ശേഷം MLA ആശുപത്രിയിലേക്ക് മാറ്റുന്ന സമയത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബോധരഹിതയായി അവിടെ ആ വീഴ്ചയിൽ തന്നെ ബോധരഹിതയായി MLA. അതിനുശേഷം അവിടെ സംഘാടകർ ഉൾപ്പെടെ കാത്തുനിന്നവരൊക്കെയും ആശുപത്രിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ്. ദേഹത്ത് രക്തപ്പാടുകൾ ഉണ്ട്. ഗുരുതരമായ പരിക്ക് തന്നെയാണ് ഏറ്റിരിക്കുന്നത്. ആജ്ഞ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. ആജ്ഞ, ഏത് ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്? ഈ പരിപാടിയിൽ ഉമാ തോമസിനെ കൂടാതെ മറ്റാരൊക്കെ പങ്കെടുക്കാനുണ്ടായിരുന്നു? ഇപ്പോൾ ആരൊക്കെയാണ് ആശുപത്രിയിലേക്ക് മറ്റും എത്തുന്നത്? ഇത് മൃദംഗനാഥം എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ഉമാ തോമസ് സ്റ്റേഡിയത്തിൽ എത്തിയത്. അത് നമ്മളെ എല്ലാവരും മിസ് ചെയ്തിട്ട് ജസ്റ്റ് അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുന്ന ആ സമയത്ത് തന്നെയാണ് ഈ അപകടം ഉണ്ടായത്. എന്നെ മീഡിയക്കാരെ എല്ലാവരും കണ്ട് സംസാരിച്ച ശേഷമാണ് ഉമാ തോമസ് അങ്ങോട്ട് കയറി പോകുന്നത്. അതിനിടയ്ക്ക് ഒരു സെക്കൻഡ് സമയത്ത് കൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അതായത് സജിച്ചെറിയാനാണ് ഇതിന്റെ പരിപാടിയുടെ ഉദ്ഘാടകൻ. അദ്ദേഹം വേദിയിലുണ്ട്, കമ്മീഷണർ വേദിയിലുണ്ട്, പ്രഗത്ഭരായ, അതായത് കൊച്ചിയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധരായ പല ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. ഗിന്നസ് റെക്കോർഡിന് വേണ്ടി 12,000 നർത്തകരെ അണിനിരത്തിക്കൊണ്ട മൃദംഗനാഥം പരിപാടിയുടെ ഭാഗമായിട്ട് അതിന്റെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് MLA അവിടെ എത്തുന്നത്. ഈ പരിപാടിയുടെ ഭാഗമായിട്ടാണ് അപകടമുണ്ടായത്. ഈ അപകടത്തിൽ, അതായത് നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ ഇത് നേരെ താഴേക്ക് വരികയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എപ്പോഴും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. അതൊരു മെറ്റൽ റോഡും അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിവൈഡറും പ്ലാസ്റ്റിക് ഡിവൈഡറും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് ഇതിനോട്, അതായത് ടെറസിന്റെ ഭാഗമായിട്ട്, അതായത് പാരപ്പറ്റിന്റെ ഭാഗമായിട്ട് ചേർന്ന് തന്നെ വേണം അതിരുന്നത്. അത് താഴേക്ക് വീഴുകയായിരുന്നു. പിടിച്ച ഉടനെ തന്നെ കാല് പിടിച്ച് താഴേക്ക് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ആ ഇന്റൻസിറ്റി, അതായത് ഒരു നിലത്തോളം ഉയരമുണ്ട് ഈ വേദിയും നിലവും തമ്മിൽ. കോൺക്രീറ്റ് നിലത്തേക്കാണ് വീണിട്ടുള്ളത്. വീണ തന്നെ ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും കോൺക്രീറ്റ് നിലത്ത് തലയിടിച്ച് വീണാണ് അപകടമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുതര സ്വഭാവത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ട് MLAക്ക്. അപ്പോൾ തന്നെ ആ ക്ഷണത്തിൽ തന്നെ അബോധാവസ്ഥയിലായി. അവിടെ നിന്ന് മറ്റുള്ളവർ ആശുപത്രിയിൽ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗാലറിയിൽ ഏതാണ്ട് 20 അടി ഉയരത്തിൽ നിന്നാണ്
കലൂർ സ്റ്റേഡിയത്തിലെ ഒരുക്കിയ മൃദംഗനാദം എന്ന ഒരു നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടാണ് ഉമാ തോമസ് MLA അവിടെ എത്തുന്നത്. VIP ഗാലറിയിൽ നിന്ന് വീണാണ് പരിക്കേറ്റിരിക്കുന്നത്. ഏതാണ്ട് 20 അടിയോളം ഉയരമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് വീണിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഗുരുതര പരിക്കാണ് ഏറ്റിരിക്കുന്നത്. കോൺക്രീറ്റ് നിലത്തിൽ തലയിടിച്ചാണ് വീണത്. അതുകൊണ്ട് തന്നെ പരിക്ക് ഗുരുതരമാണ്. ഇപ്പോൾ MLA അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. ഒരു നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ, അതും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കുമെന്ന് കരുതിയിരുന്ന, അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ഒരു മൃദംഗനാദം എന്ന് പേരിട്ട പരിപാടിയിൽ പങ്കെടുക്കാനായാണ് ഉമാ തോമസ് MLA അവിടെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയത്. അവിടെ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവിടെ അതിലെ VIP ഗാലറിയിൽ നിന്ന് താഴേക്ക് പതിച്ചാണ് അപകടം ഉണ്ടായത്. കോൺക്രീറ്റ് നിലത്തിലേക്കാണ് MLA വീണത്. തലയിടിച്ച് വീണു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിൽ എത്തിക്കാനായി ആംബുലൻസ് സജ്ജമായിരുന്നു. അവിടെ വലിയൊരു പരിപാടി നടക്കുന്നത് കൊണ്ട് തന്നെ ആംബുലൻസ് സജ്ജമായിരുന്നു. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാനായി അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരമാണ് MLAയുടെ പരിക്ക് എന്ന് മനസ്സിലാകുന്നു. 20 അടിയോളം ഉയരത്തിൽ നിന്നാണ് വീണത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വീണ്ടും ചേരുകയാണ്. ആജ്ഞ, എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? രേണുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺക്രീറ്റ് നിലത്ത് തലയിടിച്ചിട്ടാണ് വീണിട്ടുള്ളത്. സ്റ്റേഡിയത്തിന്റെ ഒരു നിലയോളം ഉയരമുള്ള ഭാഗത്തു നിന്നാണ് വീണിട്ടുള്ളത്. ഇതിന്റെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപ് വേദിയിലേക്ക് എല്ലാവരും സന്നിഹിതരായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് അവര് അകത്തേക്ക് MLA എല്ലാവരെയും വിഷ് ചെയ്ത ശേഷം അകത്തേക്ക് കയറി, അതായത് വേദിക്കുള്ളിലേക്ക് പോകുന്ന ഒരു സമയമായിരുന്നു. ഇത് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. വേദിയിൽ ആ സമയത്ത് സംഗീത പരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാവരും വേദിയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. എന്നിട്ട് പോലും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു. കാരണം ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. ഈ മെറ്റൽ റോഡെല്ലാം കൂടി താഴേക്ക് വീഴുന്നു. അതിനുശേഷമാണ് ഒരാൾ വീണതെന്നും അത് ഉമാ തോമസ് MLA ആണെന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. വീണ ഉടൻ തന്നെ മുഖം മുഴുവൻ രക്തം കൊണ്ട് നിറയുന്ന ഒരു അവസ്ഥ കൂടിയായിരുന്നു. അപ്പോൾ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. കോൺക്രീറ്റ് സ്ഥലത്തേക്കാണ് വീണിട്ടുള്ളത്, കോൺക്രീറ്റ് നിലത്തേക്കാണ് വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരുക്ക് ഗുരുതരമായിരിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഇവിടെ അടുത്തുള്ള വെൽകെയർ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ അതിൽ നിന്നും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്തായാലും അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു MLA ഉണ്ടായിരുന്നത്. ഈ ഒരു മൃദംഗനാഥ പരിപാടിയുടെ ഇനാഗുറേഷൻ തുടങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുൻപ് വേദിയിലേക്ക് എൻട്രി ചെയ്തിരിക്കാനുള്ള അനൗൺസ്മെന്റിന് ശേഷമാണ് MLA വേദിയിലേക്ക് പോയതും. നമ്മുടെ മുന്നിലൂടെ തന്നെ തന്നെയായിരുന്നു എല്ലാവരും വിഷ് ചെയ്ത ശേഷവും എല്ലാവരും സംസാരിച്ച ശേഷവും MLA കടന്നു പോകുന്നത് എല്ലാവരും കണ്ടതുമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു അപകടം സംഭവിക്കുന്ന ഒരു ഇടമായിരുന്നു അത് എന്ന് അതിനു മുൻപോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആരും റെക്കഗ്നൈസ് ചെയ്തില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ്. കാരണം അതിനു മുൻപേ ഈ മെറ്റൽ റോഡ് അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ മെറ്റൽ റോഡ് അവിടെ വെച്ചിരിക്കുമ്പോഴും അതല്പം ബലത്തിലാണ്, അല്ലെങ്കിൽ അത് സാധാരണയായി നമ്മൾ എയർപോർട്ടും അല്ലെങ്കിൽ മറ്റുള്ള കടകളിലും ഒക്കെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി താൽക്കാലികമായി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം മാത്രമാണത്. അതൊരു മെറ്റൽ റോഡുമായി ബന്ധിപ്പിച്ച ഒരു പ്ലാസ്റ്റിക് ഡിവൈഡർ, ഒരു റിബൺ വലിച്ചു കെട്ടുന്നത് പോലെയുള്ള പ്ലാസ്റ്റിക് ഡിവൈഡറാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഡിവൈഡറാണ് ഈ വേദിയിലും വെച്ചിരുന്നത്. അതല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളോ മുൻപൊരു വേലി പോലെ കെട്ടുകയോ പെട്ടെന്ന് ആളുകൾ താഴേക്ക് പോകാതിരിക്കാനുള്ള സാഹചര്യത്തിൽ അത് നിലനിർത്തുകയോ ചെയ്യാനുള്ള ഉത്തരവാദിത്തം സംഘാടകർ കാണിച്ചില്ല. അല്ലെങ്കിൽ അങ്ങേയറ്റം സുരക്ഷാ ലംഘനമാണ്, സുരക്ഷ ഒരുക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യവും വ്യക്തമാണ്. കാരണം ഒരാൾ MLA ആകട്ടെ അതല്ലെങ്കിൽ ആരുമാകട്ടെ ഒരു വ്യക്തി അതിന് മുകളിൽ നിന്ന്, ഒരു മനുഷ്യൻ അതിന് മുകളിൽ നിന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം ചേർത്തല്ല, അത് ഈ പറഞ്ഞതുപോലെ അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു വീഴ്ച തന്നെയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. രേണുക, ഗുരുതരമായ വീഴ്ച ഈ സംഘാടകർക്ക്
അവിടെ വേദി ഒരുക്കിയതിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ ഇത് സംഭവിച്ചു എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണം. എന്തായാലും അപകടകരമായ രീതിയിലായിരുന്നു ആ വേദിയുടെ നിർമ്മാണം. അത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെയാണ് MLA ആ പരിപാടിയിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ഏതാണ്ട് 20 അടി താഴ്ചയിലേക്ക് വീഴുന്നത്. അവിടെ താഴെ കോൺക്രീറ്റ് ചെയ്തിരുന്ന ഇടമാണ്. ആ കോൺക്രീറ്റ് തറയിലേക്ക് തലയിടിച്ച് വീണാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ചയിൽ തന്നെ MLA അബോധാവസ്ഥയിലായി. വലിയ പരിക്കാണ് പറ്റിയിട്ടുള്ളത്. ഉടൻ തന്നെ